ദൈവമൊരുക്കിയ ഈ തിരുവവതാര ധ്യാനത്തിൻ്റെ 3-ാം ദിവസമാണിന്ന്. ഒരു ചെറിയ സംഗീത ധ്യാനം. കേൾക്കുന്ന വചനം ആത്മാവിൽ ജപിച്ചും പാടിയും ആസ്വദിച്ചും ഉറപ്പിക്കുന്ന ഒരു ചെറിയ സംഗീത ധ്യാനം, ഒരു മ്യൂസിക്കൽ റിട്രീറ്റ്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഇടയനെക്കുറിച്ചാണ്. ആ പ്രദേശത്തെ വയലുകളിൽ ഇടയന്മാർ ഉണ്ടായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8-ാം വാക്യം. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തു സൂക്ഷിച്ചിരുന്ന, അവർക്ക് കാവലിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. പിറവിയുടെ ദൂതിന് ശേഷം ഉടനെ പറയുന്നത് ആടുകളെ കാത്തുകെട്ടി കാവലിരുന്ന ഇടയന്മാരെ കുറിച്ചാണ്. നമുക്ക് ഈ പാട്ട് പാടിക്കൊണ്ട് ഈ ശുശ്രൂഷ ആരംഭിക്കാം. വയലുകളിൽ ആടുകളെ രാത്രി കാത്തിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. ആ പ്രദേശത്തെ വയലുകളിൽ, ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. ഇടയന്മാരുണ്ടായിരുന്നു. ആടുകളെ ഏറ്റവും വലുതായി അവരു കണ്ടു. ഏൽപ്പിക്കപ്പെട്ട ആടുകളെ ഏറ്റവും വലുതായി അവരു കണ്ടു. വേറെ ഒന്നിലും തലയിടാതെ ഹൃദയ സത്യം പാലിച്ചവർ. വേറെ ഒന്നിലും തലയിടാതെ ഹൃദയ സത്യം ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. 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 അപ്പോൾ ഇന്നത്തെ ധ്യാന വിഷയം ഇടയനാണ്. ഉടയവനെ കാണണമെങ്കിൽ നീയും ഒരു ഇടയനാകണം. പൈതലായി പുൽക്കൂട്ടിൽ പിറന്ന് പുഞ്ചിരി തൂകുന്ന ഉടയവനായ ഉണ്ണിമിശിഹായെ അകക്കണ്ണുകൊണ്ട് നിനക്ക് കാണണമെങ്കിൽ കുഞ്ഞെ നീയും ഒരു ഇടയനാകണം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ആരാണ് ഇടയൻ? ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. ഈ വാക്കിനകത്ത്, ഈ വചനത്തിൽ തന്നെയുണ്ട് അർത്ഥം. ആ പ്രദേശത്തെ വയലുകളിൽ സ്വന്തം കാര്യം മറന്ന്, സ്വന്തം ഭക്ഷണം മറന്ന്, ആ രാത്രി എല്ലാവരും ഉറങ്ങുമ്പം, മൂടി പുതച്ചുറങ്ങുമ്പം ആടുകളെ കാത്തിരിക്കുന്ന, ആടുകളെ കാവലിട്ട് നിൽക്കുന്ന ഇടയന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഇടയൻ എന്ന വാക്ക്, ഇടയൻ എന്ന ആൾക്ക്, ആളത്വത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം: കമ്മിറ്റ്മെന്റ്, സമർപ്പണം. ഇടയൻ ഒരു സമർപ്പണമാണ്. 100 കൂട്ടം കാര്യങ്ങൾ ഭൂമിയിൽ ആശിക്കാനും പ്രതീക്ഷിക്കാനും ചാരാനും ഉണ്ടെങ്കിലും ഇടയൻ ഒറ്റ ചിന്തയേ ഉള്ളൂ: ഏൽപ്പിക്കപ്പെട്ടവേ. അതുകൊണ്ടാണ് ഈ ദൈവത്തെ പോലും ഇടയൻ എന്ന് വിളിക്കാൻ കാര്യം. ഹോസിയ മുതലുള്ള പുസ്തകങ്ങളിൽ ദൈവം പറയുന്നത് എന്താ? ഞാൻ എൻ്റെ ആടുകളെ നേരിട്ട് മേയ്ക്കും. ഞാൻ എൻ്റെ മനസ്സിനിണങ്ങിയ ഇടയന്മാരെ തരാൻ നോക്കി. പൊന്നുപോലെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇടയന്മാരെ, മുറിവ് കാണുമ്പോൾ കരയുന്ന ഇടയന്മാരെ, സ്വന്തം മേലങ്കി വലിച്ചു കീറി വാരിപ്പൊത്തി പൊതിയുന്ന ഇടയന്മാരെ. എന്നാൽ സ്വന്തം കാര്യം നോക്കുന്ന ഇടയന്മാരെ കണ്ട് ഞാൻ മടുത്തു. എന്ന് വെച്ചാൽ അവൻ ഇടയനേ അല്ല. ഇടയനെന്ന വാക്ക് തന്നെ സമർപ്പണമാണ്. സ്വന്തം കാര്യം മറന്ന് ഏൽപ്പിക്കപ്പെട്ടവയെ കാത്തു സൂക്ഷിക്കുന്ന പൈതൃകം, അതാണ് ഇടയൻ.
അതുകൊണ്ട് ദൈവം പോലും ഇടയൻ്റെ പ്രതിരൂപം, ഇമേജറി സ്വീകരിക്കുന്നതിൻ്റെ കാര്യം തന്നെ മുഴുവൻ മറന്ന ആളത്തമാണല്ലോ ദൈവം. തന്നെ മുഴുവനായി മുറിച്ചു തന്ന ആളത്തമാണല്ലോ ദൈവം. അതുകൊണ്ടാണ് ഹോസിയ മുതലുള്ള പുസ്തകങ്ങളിൽ പറയുന്നത്, ഞാൻ എൻ്റെ ആടുകളെ നേരിട്ട് മേയ്ക്കും, മുറിവേറ്റ് വീണതിനെ നെഞ്ചേറ്റിൽ ആളിക്കും. അപ്പം അത് ഞാൻ ഇടയനാണെന്ന് നീ തിരിച്ചറിയും. ഞാൻ എൻ്റെ ആടുകളെ നേരിട്ട് മേയ്ക്കും, മുറിവേറ്റ് വീണതിനെ നെഞ്ചേറ്റിൽ ആളിക്കും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? മനമടച്ചൊരു കല്ല്, മാറാത്തൊരു കല്ല് ഈ അഭിഷേകത്തെ തടഞ്ഞു നിർത്തുന്നല്ലോ. നമുക്ക് ഇടയനാകാൻ പറ്റുന്നില്ല. മനമടച്ച ഒരു കല്ല്, മാറാത്ത ഒരു കല്ല് നമ്മുടെ അഭിഷേകത്തെ തടഞ്ഞു നിർത്തുകയാണ്. നമുക്ക് കുനിയാൻ പറ്റുന്നില്ല, ഇടയനാകാൻ പറ്റുന്നില്ല, സമർപ്പിക്കാൻ പറ്റുന്നില്ല, നമുക്കുള്ളവയെ നെഞ്ചേറ്റിൽ ആളിക്കാൻ പറ്റുന്നില്ല. സ്വന്തം ഇഷ്ടങ്ങളെ മറന്ന്, സ്വന്തം വികാരങ്ങളെ മറന്ന് തനിക്കുള്ളവരുടെ വികാരങ്ങളെ പോറ്റാനും മാനിക്കാനും ഒരു ഇടയനാകണം. മനമടച്ചൊരു കല്ല്, മാറാത്തൊരു കല്ല് ഈ അഭിഷേകത്തെ തടഞ്ഞു നിർത്തുന്നല്ലോ. അന്ധതയുടെ കല്ല്, എൻ്റെ അജ്ഞതയുടെ കല്ല് ഈ നല്ല അറിവിൻ്റെ വാതിലടയ്ക്കുന്നല്ലോ. തൊട്ടരുകിലേശുവുണ്ട്, തൊട്ടു തൊട്ടു നിൽക്കണുണ്ട്, നെറുകയിൽ ഉമ്മ നൽകി ഈശോ നിന്റെ മുമ്പിലുണ്ട്. കൺ തുറന്ന് കാണുക നീ, ഈശോ മുമ്പിലുണ്ട്. കൺ തുറന്ന് കാണുക നീ, ഉണ്ണീശോ മുമ്പിലുണ്ട്. നീ ഒരു ഇടയനാകണം. ദൈവം പറയുന്നത് ഞാൻ തന്നെയാണ് പൂർണ്ണ ഇടയൻ, നല്ല ഇടയൻ. ഈശോയും പറഞ്ഞില്ല, ഞാനാണ് നല്ല ഇടയൻ, പെർഫെക്റ്റ് ഷെപ്പേർഡ്. ഞാൻ എൻ്റെ ആടുകളെ നേരിട്ട് മേയ്ക്കുന്നവനാണ്. വേറൊരു ചിന്തയില്ല, വേറൊരു ലക്ഷ്യമില്ല. ഞാൻ എൻ്റെ ആടുകളെ നേരിട്ട് മേയ്ക്കും. നമുക്കൊന്ന് ഒരുമിച്ച് പാടാം. ഞാൻ എൻ്റെ ആടുകളെ നേരിട്ട് മേയിച്ചിടും, മുറിവേറ്റു വീണതിനെ നെഞ്ചറ്റിലാളിച്ചിടും. ഞാനാണ് ദൈവമെന്ന് അപ്പോൾ നീ അറിയും, ഞാൻ മാത്രം സത്യമെന്ന് അപ്പോൾ നീ അറിയും. ഞാൻ എൻ്റെ ആടുകളെ നേരിട്ടു മേയിച്ചിടും, മുറിവേറ്റു വീണതിനെ നെഞ്ചറ്റിലാളി. ഞാനാണ് ദൈവമെന്ന് അപ്പോൾ നീ, ഞാൻ മാത്രം സത്യമെന്ന്, ഞാൻ മാത്രം സത്യമെന്ന് അപ്പോൾ നീ. പക്ഷേ മനമടച്ചൊരു കല്ല്, മാറാത്തൊരു കല്ല് ഈ അഭിഷേകത്തെ തടഞ്ഞു നിർത്തുന്നല്ലോ. അന്ധതയുടെ കല്ല്, അജ്ഞതയുടെ കല്ല് ഈ നല്ല അറിവിന്റെ വാതിലടയ്ക്കുന്നല്ലോ. തൊട്ടരുകിലേശുണ്ട്, തൊട്ടു തൊട്ടു നിൽക്കണുണ്ട്, നെറുകയിൽ ഉമ്മ നൽകി യേശു നിന്റെ മുമ്പിലുണ്ട്. കൺ തുറന്ന് കാണുക നീ, ഈശോ മുമ്പിലുണ്ട്. കൺ തുറന്ന് കാണുക നീ, ഉണ്ണി ഈശോ മുൻപിലുണ്ട്. കൺ തുറന്ന് കാണുക നീ, ഈശോ മുൻപിലുണ്ട്. കൺ തുറന്ന് കാണുക നീ, ഉണ്ണി ഈശോ മുൻപിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ധ്യാനം ഒരു ഇടയനാകാനുള്ള നിർബന്ധം നമ്മുടെ ശിരസിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ഒരുപാട് അറിവ് നിനക്ക് കാണണമെന്നില്ല, നീ ഒരുപാട് പരന്ന വായനയുള്ള മനുഷ്യനായിരിക്കണമെന്നില്ല, ഒരു സാധാരണക്കാരനായിരിക്കും. പക്ഷെ നിനക്കും ഒരു ഇടയനാകാൻ കഴിയും, നിനക്കും ഒരു പൂർണ്ണ ഇടയനാകാൻ പറ്റും. എങ്ങനെയാണ് നീ ഇടയനാകുന്നത്? നിനക്കുള്ളതിനെ, നിനക്കേൽപ്പിക്കപ്പെട്ടതിനെ, നിനക്കേൽപ്പിക്കപ്പെട്ടവരെ ചങ്കിനകത്തിട്ട് പൂട്ടി സൂക്ഷിക്കുമ്പം നീ ഒരു ഇടയനാകും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. പക്ഷെ ഞാൻ വന്നത്, സത്യ ഇടയൻ വന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനുമാണ്. ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനുമാണ്. എൻ്റെ കാല് നിങ്ങളുടെ പടിവാതിക്കൽ വെക്കുമ്പം ഒരു കൃപയുടെ പ്രകമ്പനം, എ റിയൽ ഗ്രേസ്ഫുൾ റിസൊണൻസ് നിങ്ങളുടെ വീട്ടിലുണ്ടാകും. ഒരു പുരോഹിതൻ കാല് ചവിട്ടിയാൽ അതിൻ്റെ ഒരു പ്രകമ്പനം, ഒരു കൃപയുടെ ആന്തോളനം നിന്റെ വീട്ടിലുണ്ടാകും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ എൻ്റെ ജീവിത വഴികളെ മോഷ്ടിച്ച് സ്വന്തമാക്കുമ്പം, വളരെ കൃത്യമായി പറഞ്ഞാൽ, നീ ഒരു ചെറുപ്പക്കാരനാണ്, സ്കൂളിൽ പഠിക്കുന്ന മകനാണ്, നീ മോഷ്ടിച്ച് നിന്റെ വിജയം എടുക്കുമ്പം, നീ കോപ്പി അടിച്ച് നിന്റെ വിജയം എടുക്കുമ്പം നീ കള്ളനാണ്, ഇടയനല്ല.
നീ നിന്റെ പഠനത്തോട് കമ്മിറ്റഡ് ആയിരിക്കുമ്പം നീ ഇടയനായി. നിനക്ക് ഏൽപ്പിക്കപ്പെട്ട നിന്റെ പഠനത്തോട് വിശ്വസ്തത പുലർത്തുമ്പം നീ സ്കൂളിലാണെങ്കിലും നീ ഒരു ഇടയനാണ്. നീ ഒരു അപ്പനായിരിക്കാം. നീ അത്യാവശ്യം വീടിന് വേണ്ടി അധ്വാനിച്ചിട്ട് വൈകുന്നേരം കുറച്ചരിയും പച്ചക്കറിയും വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് നീ നിന്റെ സ്വന്തം സന്തോഷം തേടി പോകുമ്പോൾ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വന്ന കള്ളനാ നീ. നീ ഇടയനല്ല, ഉടയോന്റെ നിഴലുമല്ല. നീ കുറെയൊക്കെ പൊത്തുപൊരുത്തം കാണിച്ചിട്ട് നിന്റെ കുടുംബത്തെ വഞ്ചിച്ചാൽ നീ ഒരു ഇടയനല്ല, ഉടയോന്റെ നിഴലുമല്ല. പൂർണ്ണമായൊരു കമ്മിറ്റ്മെന്റ് അത് നിന്നെ ഇടയനാക്കും. നീ അപ്പനായിരിക്കാം, ഭാര്യയായിരിക്കാം, കുഞ്ഞായിരിക്കാം, പൈതലായിരിക്കാം. ഏൽപ്പിക്കപ്പെട്ടതിനെ ചങ്കിൽ ചേർത്ത് ഓമനിച്ച് ഒരു സമർപ്പണത്തിന്റെ താരാട്ട് പാടിയാൽ നീ ഇടയനാകും. നിന്റെ അടുത്ത കാഴ്ചയുടെ എവിടെയാ? അത് പുൽക്കൂട്ടിലാ, ഉണ്ണിയുടെ മുമ്പിലാ, രക്ഷകന്റെ മുമ്പിലാ. രക്ഷിക്കാൻ കൈ ആകാശം വരെ നീട്ടുന്ന, അതിർത്തി വരെ നീട്ടുന്ന ദൈവം തമ്പുരാന്റെ മുമ്പിൽ നീ നിന്റെ കൊച്ചു ജീവിതവും കുടുംബവുമായി നിൽക്കും. നീ എന്നെങ്കിലും നിന്റെ കുടുംബത്തെ ചങ്കിൽ ചേർത്ത് കെട്ടി ഉണ്ണീശോയുടെ മുമ്പിൽ ഇടയനായിട്ട് നിന്നിട്ടുണ്ടോ? പ്രിയപ്പെട്ട കുഞ്ഞു ബാലക, നീ നിന്റെ അപ്പനെയും അമ്മയും ഹൃദയത്തിൽ ആദരവോടെ ചേർത്ത് വെച്ചിട്ട് ഉണ്ണീശോയുടെ മുമ്പിൽ ഒരു ഇടയനായി നിന്നിട്ടുണ്ടോ? നിന്റെ അപ്പനെയും അമ്മയും മാനിക്കുക എന്ന കമ്മിറ്റ്മെന്റ് പൂർണ്ണതയോടെ നീ പാലിക്കുമ്പം ഇടയനായി. ഏൽപ്പിക്കപ്പെട്ടവയെ ഏറ്റവും വലുതായി കാണുമ്പോൾ നീ ഇടയൻ. ഇത് സത്യമല്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. ഇത് സത്യമല്ലേ എന്ന് മനസ്സിൽ ഓർത്ത് നോക്ക്. ഈശോ പറയാണ്, ഞാൻ നല്ല ഇടയനാണ്. യോഹന്നാൻ 10:11. നല്ല ഇടയനെന്ന് എന്നെ വിളിക്കാൻ കാരണം എന്താ? ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. അതിൽ കുറഞ്ഞൊന്നുമില്ല. ഐ ഡു ഓഫർ മൈസെൽഫ് അബ്സല്യൂട്ട്ലി, കംപ്ലീറ്റ്ലി. ഏൽപ്പിക്കപ്പെട്ടവയെ ഏറ്റവും വലുതായി കാണുമ്പോൾ നീ ഇടയൻ. ഈശോ തൊട്ട് താഴെ പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 10:12. കൂലിക്കാരൻ ആടുകളെ വിട്ട് ഓടിപ്പോകുന്നു. കാരണം അവൻ കമ്മിറ്റഡ് അല്ല, അവൻ ഒന്നിനോടും ഹൃദയബന്ധമില്ല. ഹൃദയബന്ധമില്ലാതെ വീട് പുലർത്താൻ നിനക്ക് കഴിയും. ആത്മബന്ധമില്ലാതെ അൾത്താരെ ശുശ്രൂഷ ചെയ്യാൻ നിനക്ക് കഴിയും. സ്നേഹബന്ധമില്ലാതെ സന്യാസിനിയാകാൻ നിനക്ക് കഴിയും. അർപ്പണബോധമില്ലാതെ അധ്യാപകനാകാൻ നിനക്ക് കഴിയും. പക്ഷെ നീ ഇടയനാവില്ല. ഏൽപ്പിക്കപ്പെട്ടവയെ ഏറ്റവും വലുതായി കാണുമ്പം നീയും ഒരിടയനാകും. നിന്റെ അടുത്ത കാൽച്ചുവട് ഉണ്ണീശോയുടെ മുമ്പിലാകും, ഉടയോന്റെ പാദത്തിങ്കിലാകും. നമുക്ക് ഒരുമിച്ച് പാടാം. ഏൽപ്പിക്കപ്പെട്ടവരെ ഏറ്റവും വലുതായി കാണുമ്പോൾ നീയും ഒരിടയനാകും. ഏൽപ്പിക്കപ്പെട്ടവയെ ഏറ്റവും വലുതായി കാണുമ്പോൾ നീ ഇടയൻ. ഏൽപ്പിക്കപ്പെട്ടവരെ ഏറ്റവും വലുതായി കാണുമ്പോൾ നീ ഇടയൻ. നിന്നെ ചവിട്ടാതാരും പ്രിയരെ ചവിട്ടരുതേ. നിന്നെ മുറിക്കാതാരും നിന്മാറിൽ ചേർന്നോരെ മുറിക്കരുതേ. നിന്നെ ചവിട്ടാതാരും നിൻ പ്രിയരെ ചവിട്ടരുതേ. നിന്നെ മുറിക്കാതാരും നിന്മാറിൽ ചേർന്നോരെ മുറിക്കരുതേ. ഏൽപ്പിക്കപ്പെട്ടവരെ ഏൽപ്പിക്കപ്പെട്ടവരെ
ഏറ്റവും വലുതായി കാണുമ്പോൾ നീടയൻ. ഒരിക്കൽ കൂടി നമുക്ക് പാടാം. ഏൽപ്പിക്കപ്പെട്ടവരെ എന്നും ഏൽപ്പിക്കപ്പെട്ടവരെ മനസ്സിൽ ഏറ്റവും വലുതായി കാണുമ്പോൾ നീടയൻ. നിന്നെ തകർക്കാതാരും നിൻ പ്രിയരെ തകർക്കരുതേ. നിന്നെ തളർത്താതാരും നിൻ പ്രിയരെ തളർത്തരുതേ. നിന്നെ തകർക്കാതാരും നിൻ പ്രിയരെ തകർക്കരുതേ. നിന്നെ തളർത്താതാരും നിൻ പ്രിയരെ തകർക്കരുതേ. ഏൽപ്പിക്കപ്പെട്ടവരെ എന്നും ഏൽപ്പിക്കപ്പെട്ടവരെ മനസ്സിൽ ഏറ്റവും വലുതായി കാണുമ്പോൾ നീടയൻ. ഏൽപ്പിക്കപ്പെട്ടവരെ ഏൽപ്പിക്കപ്പെട്ടവരെ എന്നും ഏൽപ്പിക്കപ്പെട്ടവരെ മനസ്സിൽ ഏറ്റവും വലുതായി കാണുമ്പോൾ നീടയൻ. കാണുമ്പോൾ നീടയൻ. കാണുമ്പോൾ നീടയൻ. കാണുമ്പോൾ നീടയൻ. ജീവിതം ഒരു ആലയാണ്. അതിൽ വട്ടം കിടക്കാൻ നിനക്ക് ഞെട്ടലില്ലാത്ത ഒരുക്കമുണ്ടോ? നിന്റെ കുടുംബം ഒരു ആലയാണ്. ആരെങ്കിലും ചവിട്ടി കിടക്കുന്നുണ്ടെങ്കിൽ നിന്നെ ചവിട്ടിയിട്ടേ നിന്റെ സ്വന്തക്കാരെ ചവിട്ടാവുള്ളൂ. ആരെങ്കിലും മുറിക്കാൻ വാളോങ്ങുന്നുണ്ടെങ്കിൽ നിന്നെ മുറിച്ചിട്ടേ നിന്റെ സ്വന്തക്കാരെ, നിന്റെ മാറിലൊട്ടിയവരുടെ മാറിലൊരു മുറിവ് വീഴാവുള്ളൂ. ആരെങ്കിലും നിന്നെ മുറിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിന്നെ മുറിച്ചിട്ടേ നിന്റെ മാറിലൊട്ടിയവരെ മുറിക്കാവൂ. ആരെങ്കിലും നിന്നെ തകർക്കാൻ വാദമുയർത്തി വന്നാൽ നീ തകർന്നിട്ടേ, നിന്നെ തകർത്തിട്ടേ അവരെ തകർക്കാൻ അനുവദിക്കാവൂ. നീ തളർന്നിട്ടേ അവർ തളരാൻ നീ സമ്മതിക്കാവൂ. അങ്ങനെ വട്ടം കിടക്കുന്ന ആലയ്ക്ക് വട്ടം കിടക്കുന്ന ഒരു ഇടയനാകാൻ ഒരു വിളിയുണ്ട്. അത് കുടുംബത്തിലും സന്യാസത്തിലും ഇടവകയിലും ശുശ്രൂഷയിലും കമ്പനിയിലുമെല്ലാം ഈ വിളിയുണ്ട്. എന്നെ ചവിട്ടിയിട്ടേ എൻ്റെ പ്രിയരെ ചവിട്ടു. ഈ ഒരു ഉൾക്കാഴ്ച വലിയൊരു നിധി പോലെ ഹൃദയത്തിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. അങ്ങനെ വരുമ്പോൾ ഇടയനായ കർത്താവ് നമ്മുടെ സ്വന്തമാകും. ഉടയവനായ ആ വലിയ ഇടയൻ്റെ പാദങ്ങൾ മുത്തുന്ന നല്ല കുഞ്ഞിടയനായി നീയും മാറും. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തിരുന്ന, ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി നമ്മൾ ഇന്നത്തെ ധ്യാനത്തിൽ 3-ാം ദിവസം ആദ്യം പാടിയ പാട്ട് സന്തോഷത്തോടെ കൈയടിച്ച് പാടി ഒരു ഇടയനാകാനുള്ള വിളി സ്വർഗത്തിൽ നിന്ന് ഏറ്റെടുക്കാം. ഒരു ഇടയനാകാനുള്ള കമ്മിറ്റ്മെന്റ് ഉള്ളുകൊണ്ട് ഉറപ്പിക്കാം. ഒരു മുദ്രയിട്ട ഇടയനാകാൻ തീരുമാനിക്കുകയും ചെയ്യാം. പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു.
ആടുകളെ രാത്രി കാത്തിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു, ഇടയന്മാരുണ്ടായിരുന്നു. ഏൽപ്പിക്കപ്പെട്ട ആടുകളെ ഏറ്റവും വലുതായി അവരു കണ്ടു. ഏൽപ്പിക്കപ്പെട്ട ആടുകളെ ഏറ്റവും വലുതായി അവരു കണ്ടു. വേറെയൊന്നിലും തലയിടാതെ ഹൃദയ സത്യം പാലിച്ചവർ, വേറെയൊന്നിലും തലയിടാതെ ഹൃദയ സത്യം പാലിച്ചവർ, വേറെയൊന്നിലും തലയിടാതെ ഹൃദയ സത്യം പാലിച്ചവർ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ 3-ാം ദിവസത്തെ ധ്യാനം ശാന്തമായി തീരുമ്പം എന്നെ ഒരു ഇടയനാക്കണേ, ഉടയോൻ്റെ ചങ്ക് കാണുന്ന ഒരു ഇടയനാക്കണേ. ഏൽപ്പിക്കപ്പെട്ടവയെ എന്തും കൊടുത്ത് പോറ്റുന്ന ഒരപ്പനായി, ഒരമ്മയായി, ഒരച്ഛനായി, ഒരു അധ്യാപകനായി, പാഠങ്ങളോടും വിദ്യാഭ്യാസത്തോടും പഠനത്തോടും കൂറു പുലർത്തുന്ന ഒരു വിദ്യാർത്ഥിയായി, ഒരു ഇടയനായി മാറാൻ കർത്താവ് എന്നെയും നിന്നെയും ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിന്നെയും എന്നെയും ഒരു ഇടയനാക്കട്ടെ, ഇപ്പോഴും ഇപ്പോഴും എല്ലാ സമയവും എന്നേക്കും. വൈക്കോലിൽ പൂവിട്ട കാരുണ്യമേ, ചെങ്കോൽ മറന്ന രാജാവേ, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാനെന്നു കഴിയും. വൈക്കോലിൽ പൂവിട്ട കാരുണ്യമേ, ചെങ്കോൽ മറന്ന രാജാവേ, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാൻ